ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ദിവസം വ്ളോഗ്സ് എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി ഞാൻ ഇതിന് മുന്നത്തെ ദിവസത്തെ 2 ദിവസം മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് കണ്ടിട്ടില്ലെങ്കിൽ പോയി കണ്ടു നോക്കാം കേട്ടോ. ആ വീഡിയോൻ്റെ അത്രയ്ക്ക് ഡീറ്റെയിൽഡ് വീഡിയോ ഒന്നും അല്ല കേട്ടോ ഇത്. കാരണം ഇന്ന് അങ്ങനെ അധികം പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ചെയ്യാനായിട്ട്. പിന്നെ ഞാൻ എന്നും ഇങ്ങനെ വ്ളോഗൊന്നും എടുക്കുന്നില്ല, റാൻഡായിട്ട് കുറച്ച് ദിവസം മാത്രം. കാരണം എല്ലാ ദിവസവും ഓരോ കാര്യങ്ങൾ തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് ഞാൻ പാല് കൊണ്ടുപോവാണ്. വീട്ടിലുള്ളപ്പോൾ നമ്മൾ തന്നെയാണ് കേട്ടോ കൊണ്ടുപോവുക. തലേദിവസം നല്ല മഴയായിരുന്നു, മുറ്റൊന്നും അടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്തിരി തോന്നുന്ന കാരണം ഞാൻ മുറ്റൊക്കെ പെട്ടെന്ന് അടിച്ചു വാരി. പിന്നെ സാബു ഉണ്ടായിരുന്നില്ല കേട്ടോ, സാബു ട്രിവാൻഡ്രത്ത് പോയിരിക്കായിരുന്നു. അപ്പോൾ സാബു വിളിച്ചു വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ സാബുവിനെ കൊണ്ടുവരാൻ പോയി. ഒട്ടും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത വെതറാണല്ലോ ഇപ്പോഴത്തെ. കുറച്ച് നേരത്തെ നല്ല തോന്നുന്നിരുന്നു. ഇതേ 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നല്ല പേരും മഴ കേട്ടോ. അപ്പോൾ ഇതേ ചക്കാട ഉണ്ടാക്കാനായിട്ടുള്ള പരിപാടിയിലാട്ടോ. അമ്മ ഓൾറെഡി ചക്ക ശർക്കര നീരൊക്കെ ഇട്ട് കുറുക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് പൊടിയിട്ട് കുഴച്ചു എന്നുള്ളൂ കേട്ടോ. പിന്നെ ദേ ചാള കൊണ്ടുവന്നിരുന്നു അച്ഛൻ. ചാളയൊക്കെ വേഗം നന്നാക്കി അതൊക്കെ കോഴിക്കിട്ട് കൊടുക്കാം കേട്ടോ. ദേ കോഴിക്കുട്ടിൽ അപ്പോൾ ഒരു മുട്ട കിടക്കണം. ഇത് രണ്ട് തരം കോഴിയാണ്. ഈ വെള്ളക്കോഴികൾ ഫുള്ള് കുറുങ്ങാലി എന്ന് പറയും, ചെറിയ കോഴികളാണ്, അധികം ഹൈറ്റ് ഒന്നും ഇല്ലാണ്ട്. ഇപ്പുറത്തെ കൂട്ടിലുള്ളത് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ കോഴികളാണ്. ഇവർ നല്ല പ്രായമായവരാട്ടോ ഈ വെള്ളക്കോഴികൾ. അവരെ മുട്ടയുടെ ഡിഫറൻസ് നോക്ക്. കുഞ്ഞു മുട്ട അല്ലേ, പക്ഷേ ടേസ്റ്റ് കുഞ്ഞു മുട്ടയാട്ടോ. ഇത് നല്ല ടേസ്റ്റാണ്. ഞാന് പരത്തിയാടാ സൂപ്പറാ പകുതിക്കാ താങ്ക് യു. അവളുണ്ടാക്കിയാടെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല കനം കുറഞ്ഞിട്ട് നന്നായിട്ട് ക്രിസ്പി ആയിരുന്നു കേട്ടോ. അതന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ വർക്കൊക്കെ ചെയ്ത് ഉച്ചയായപ്പോൾ ദേ ചക്കക്കൂട്ടാനുണ്ടായിരുന്നു തലേ ദിവസത്തെ. ചാള വറുത്തതും പിന്നെ അത് വങ്കടയുടെ ചാറാണേ. വങ്കട ഞാൻ കഴിക്കുമല്ലോ, അപ്പോൾ ഞാൻ ചാറ് മാത്രം എടുത്തുകൊണ്ട് വന്നു. ചാളക്കൂട്ടാനായി ഉണ്ടായിരുന്നില്ല, അതന്നെ ചാള വേഗം വറുത്ത് തിന്ന് ഈവനിങ് ആയപ്പോൾ ദേ ഞാൻ 6 മണിയപ്പോൾ ലോക്കൗട്ട് ചെയ്തു കേട്ടോ. കണ്ണടയൊന്നും എടുക്കാണ്ടാണ് ഈ നാട്ടിലേക്ക് പോകുന്നത്. അത് തന്നെ കണ്ണൊക്കെ നല്ല വേദനയുണ്ട്. കാരണം മുഖമൊക്കെ ഒന്ന് തണുത്ത വെള്ളത്തിൽ കഴുകി. നാടൻ മുട്ട വീട്ടിൽ വരുമ്പോഴല്ലേ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ എന്ത് ചെയ്തു, രാവിലെ കിട്ടിയ കുഞ്ഞു മുട്ട എടുത്ത് അപ്പം ഉണ്ടാക്കി കഴിച്ചു കേട്ടോ. പിന്നെ ഞാൻ എപ്പം മുട്ട എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തിന്നാനിരിക്കുമ്പോൾ അപ്പം വരും കേട്ടോ ഓടി അവൾ കഴിക്കാനായിട്ട്. അങ്ങനെ അവൾ ആകെ ഒരു കുഞ്ഞു മുട്ട ഉള്ളൂ, അതിൽ പകുതി അവൾ എടുത്തുകൊണ്ട് പോയി. പിന്നെ ഞാൻ വീഡിയോസ് എടുക്കാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചു കേട്ടോ. പിന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ എൻഗേജ്മെൻ്റ് ആണ്, അപ്പോൾ ഇവിടെ നിന്ന് പോകണം. അപ്പോൾ ഇവിടുന്ന് പോകാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, സാധനങ്ങളൊക്കെ കൊണ്ടുപോകണമല്ലോ, എന്തൊക്കെയാണ് ഏതൊക്കെയാണ്. അല്ലെങ്കിൽ ഞാൻ ഓരോന്നോരോന്ന് വിട്ടു. എന്നിട്ടും ഞാൻ തോർത്തെടുത്തില്ല കേട്ടോ. തോർത്തെടുത്തില്ല, സോപ്പ് എടുത്തില്ല, പേസ്റ്റ് എടുത്തില്ല, ബാക്കിയെല്ലാം എടുത്തു. എഴുതി വെച്ചിട്ടും പകുതി കാര്യങ്ങൾ വിട്ടുപോയി കേട്ടോ. അപ്പോൾ സാബു ട്രിവാൻഡ്രത്തുനിന്ന് എൻ്റെ സാധനങ്ങൾ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതാകുമ്പോൾ എനിക്ക് തൃശ്ശൂരിൽ നിന്ന് പോയാൽ മതിയല്ലോ. തൃശ്ശൂരിൽ നിന്നാകുമ്പോൾ 3.5 മണിക്കൂറേ ഉള്ളൂ കേട്ടോ തലശ്ശേരിക്ക്. അല്ലെങ്കിൽ ഞാൻ വീണ്ടും ട്രിവാൻഡ്രം പോയിട്ട് പോകുമ്പോൾ 9-10 മണിക്കൂർ എടുക്കും. എൻ്റെ അത്രയും സമയം പോകും. അപ്പോൾ ഞാൻ എൻ്റെ ജ്വല്ലറീസ് ഓർണമെൻറ്റ്സ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ. പെട്ടെന്ന് തന്നെയല്ലേ നാട്ടിലേക്ക് പോകുന്നത്, അമ്മയ്ക്ക് വയ്യാണ്ടായി എന്ന് പറഞ്ഞപ്പോൾ. അങ്ങനെ അതൊക്കെ ചെയ്ത് പിന്നെ ഞാൻ നമ്മൾ ഓഫീസിൽ നിന്നൊരു ട്രിപ്പ് പോയിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്തു. ലിങ്ക്ഡിനിലൊക്കെ ഒന്ന് കയറി നോക്കി. പിന്നെ ഞാൻ കിടന്നുറങ്ങാൻ പോയി കേട്ടോ. ഒരു പാട്ടോടെ ഞാൻ ഇന്നത്തെ എന്റെ എല്ലാം ഇതായത് എനിക്ക് ഭ്രാന്താണ്. അവർക്ക് കാണുമ്പോൾ മനസ്സിലായിക്കോളാം. ഞാനാണ് ആദ്യം വന്നതുകൊണ്ട് മുത്തവസനാണ്.